വെൽക്കം ബാക്ക് ടു NNM ഫാഷൻ. അപ്പോൾ എൻ്റെ പേര് അഗിന എന്നാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഓർഗൻസ റിബൺ വെച്ചിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ ഓർഗൻസ റിബൺ 1 മീറ്ററും 32 സെൻറ്റിമീറ്ററും നീളമുള്ള 2 ഓർഗൻസ റിബണിൻ്റെ പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ പീസും 1 മീറ്ററും 32 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ അങ്ങനെയുള്ള 2 പീസസാണ്. ദെൻ ഒരു 2 ലെയർ ബീഡ്സും എടുത്തിട്ടുണ്ട്. ബീഡ്സ് ഇതേപോലെ തന്നെ വാങ്ങിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിവിടെ വെച്ച് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ബീഡ്സ് അവിടെ നല്ല ടൈറ്റിൽ അവിടെ നിന്നോളും. ശേഷം നമ്മൾ ഹെയറൊക്കെ പിന്നിയിടും പോലെ പിന്നിട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ പിന്നിട്ട് കൊടുക്കുക. അപ്പോൾ നിലത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പോൾ ബീഡ്സ് നല്ല ഭംഗിയിൽ വരാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് നമ്മൾ പിന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോഴേക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ടും കൂടി അറിയിക്കണേ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഹെയർ ആക്സസറി മെത്തേഡും നല്ലത്. അപ്പോൾ ഇതേപോലുള്ള മോഡലൊക്കെ തുടക്കക്കാർക്ക് തീർച്ചയായും പറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇതേപോലത്തെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ് അധികം ട്രൈ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയുള്ള മോഡൽസൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേഗം കാണാവുന്നതാണ് കേട്ടോ. ശേഷം ഇത് നമ്മളൊരു ഹെയർ ബാൻഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഹെയർ ബാൻഡിൽ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒന്നായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് ഹെയർ ബാൻഡ് മുഴുവൻ ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കരുത്. കുറച്ച് ഇതേപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചൊട്ടിച്ച് വരിക കേട്ടോ. നിങ്ങളിപ്പോൾ ഒരുമിച്ച് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അത് ഒട്ടി കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പോർഷനിൽ വീണ്ടും ഗം ആക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് സമയമെടുത്ത് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ സമയമെടുത്ത് നിങ്ങൾ ഒട്ടിക്കുകയാണെങ്കിൽ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളൂ. എങ്ങനെ കളിച്ചാലും അത് ഇളകി പോരില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ബാലൻസ് വന്ന 4 റിബൺസാണിത്. ശരിക്കും എല്ലാം ഒരേ അളവിൽ വരേണ്ടതാണ്. എൻ്റേത് ഇപ്രാവശ്യം വന്നിട്ടില്ല. എന്താ അങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ഐഡിയ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ബോ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ബാലൻസ് വന്ന 4 റിബൺസും കൂട്ടിയിട്ട് ഒരു ചെറിയൊരു ബോ ഉണ്ടാക്കി കൊടുത്തു. ബാലൻസ് വരുന്നത് ഞാൻ എന്ത് ചെയ്തു, ഈ ഹെയർ ബാൻഡിൽ തന്നെ ചുറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ബാലൻസ് വന്ന റിബൺ മുഴുവനായിട്ട് അതിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ശേഷം ഗമ്മ് വെച്ചിട്ട് അത് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദെൻ 2 എഡ്ജസ് ഒരു ഭംഗിയുള്ളതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ വെൽവെറ്റ് ടാപ്പിൻ്റെ പീസ് എടുത്തിട്ട് 2 സൈഡിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, എപ്പോഴും കാണിക്കണതുകൊണ്ട് പിന്നെ വീണ്ടും കാണിക്കാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി പറയണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.